നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അടുത്ത സംസ്ഥാന സർക്കാർ BJP-യുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന കലുങ്ക് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ നിന്നുള്ള തൃശൂർ പാസഞ്ചർ പുനരാരംഭിക്കാനും മറ്റൊരു ട്രെയിൻ കൂടി ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചർച്ചയിലെ ചോദ്യത്തിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞു. എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വഴി പൊന്നാനിയിലൂടെ തീരദേശ റെയിൽവേക്ക് പദ്ധതിയുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ പദ്ധതി നടപ്പിലാക്കും. ITDC ഹോട്ടൽ ഗുരുവായൂരിൽ ആരംഭിക്കില്ലെന്നും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നഗരസഭ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പരാതിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നമുക്ക് അതിന് പകരം ഒരു ഫെസിലിറ്റേഷൻ സെന്ററാണ് വേണ്ടത്. അത് ഇവിടെ തുടങ്ങി, അത് ഉപയോഗയോഗ്യമാണ്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും എത്ര കോടി ചെലവാക്കിയതാണെന്ന് കൃത്യം എനിക്കറിയത്തില്ല. ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങി വെച്ചെങ്കിൽ അത് ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ വോട്ട് നൽകിയവരുടെ ചുമതല കൂടിയാണ്. മുനിസിപ്പാലിറ്റി അത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ തക്കതായ പാഠം പഠിപ്പിക്കണം, ശിക്ഷയും കൊടുക്കണം. അതും നിങ്ങളുടെ തന്നെ ചുമതലയാണ്. അല്ലാതെ ഇവിടെ ഒരു ROB വന്ന സമയത്ത് എന്നെ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞത് നിങ്ങളുടെ MLA-യും ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും. എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ? ഒരു DRM ഒന്ന് ഓപ്പണായിട്ട് ആരാ ഇത് ചെയ്യിച്ചെടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ എവർക്ക് പിന്നെ നാവ് പൊന്തിയ. അപ്പൊ അങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നും കളിക്കരുത്. കാര്യം പറയാം, സത്യം പറയാം. ഫെസിലിറ്റേഷൻ സെന്റർ പൂർണ്ണമായിട്ട് ഉപയോഗയോഗ്യമാക്കുന്നത് ഉറപ്പുവരുത്തൽ. ഗുരുവായൂരിലെ വ്യാപാരികളുടെ പുനരധിവാസ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. മാലിന്യ പ്രശ്നം, ESI ആശുപത്രികളുടെ വികസനം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വാക്കാൽ പരാതി പറഞ്ഞവരോട് വിശദമായി എഴുതി നൽകാനും നിർദ്ദേശിച്ചു. വീടില്ലെന്ന് പരാതിപ്പെട്ട ഇരിങ്ങപ്പുറം സ്വദേശി സത്യഭാമയ്ക്ക് 4 ലക്ഷം രൂപയുടെ സഹായം തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലെത്തുമെന്ന് അറിയിച്ചു. സത്യഭാമയുടെ അയൽവാസി രാധാകൃഷ്ണൻ 1 ലക്ഷം രൂപ താൻ നൽകുമെന്ന് അറിയിച്ചു. വീടിന് സഹായം ചോദിച്ച് കൂടുതൽ ആവശ്യക്കാരുണ്ടായതോടെ താൻ 1 മാസത്തെ വാടക നൽകാമെന്നും ബാക്കി കാര്യങ്ങൾ അബ്ദുൽ ഖാദറിനോടും മുഖ്യമന്ത്രിയോടും പറയാനും സുരേഷ് ഗോപി പറഞ്ഞു. പടിഞ്ഞാറേനട മെൽമാബൂത്ത് പരിസരത്തായിരുന്നു കലുങ്ക് ചർച്ച. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിതയും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായി. ചാവക്കാട് വീടിനുള്ളിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരട്ടപ്പുഴ കല്ലിപ്പറമ്പിൽ ഷഹർബാനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് ഞായറാഴ്ച പുലർച്ചെ പൊട്ടിത്തെറിച്ചത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന കിടപ്പ് രോഗിയായ ഷഹർബാന്റെ മാതാവ് നഫീസയും കുട്ടികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ വൈദ്യുതി നിലച്ചതിനാൽ ഷഹർബാന്റെ മകൾ ഉണരുകയും ഈ സമയം ഫ്രിഡ്ജിൽ നിന്നും തീ ഉയരുന്നത് കാണുകയുമായിരുന്നു. ഉടനെ എല്ലാവരും പുറത്തേക്കിറങ്ങുകയും വലിയ ശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. വീടിനകത്തെ മറ്റ് സാമഗ്രികളും സ്ഫോടനത്തിൽ കത്തിനശിച്ചു. TV, സ്വിച്ചുകൾ, നിലത്തെ ടൈലുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെയാണ് നാശനഷ്ടമുണ്ടായത്. 2 വർഷം മുമ്പ് 14,000-ഓളം രൂപ മുടക്കി വാങ്ങിയ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത്. തിരുത്തിക്കാട് സംഘടിച്ചെത്തി ആക്രമണം നടത്തിയവരെ പോലീസ് പിടികൂടി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. നടന്നുപോവുകയായിരുന്ന തിരുത്തിക്കാട് കൂട്ടായ്മ ക്ലബ് ഭാരവാഹികളെ യാതൊരു പ്രകോപനവുമില്ലാതെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് പറയുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അക്രമകാരികളായ യുവാക്കളെ സംഭവസ്ഥലത്തു നിന്നും പിടികൂടി. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കോൺഗ്രസും BJP-യും എത്ര തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും വികസന പദ്ധതികളുമായി LDF മുന്നോട്ടു പോകുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. LDF സംഘടിപ്പിച്ച ഗുരുവായൂർ വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കേ നടയിൽ നടന്ന സമാപനത്തിൽ മുൻ MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു.
CPM ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ്, ജാഥ ക്യാപ്റ്റനായ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, ഉണ്ണി വാർനാട്ട്, മുൻ ചെയർമാൻ PS ജയൻ, KR സൂരജ്, ജാഥ മാനേജർ M. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 4 ദിവസം മുമ്പ് ചിറ്റാട്ടുകര തിരുവിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. കേരളത്തിലെ ഗവൺമെന്റും റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ചേർന്നുള്ള ഒരു കമ്പനിയാണ് കെയറെയിൽ. ആ കെയറെയിലിന്റെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ കമ്പനി കെയറെയിൽ അതിന്റെ ഒരു നിർദ്ദേശങ്ങളിലെ ഒരു നിർദ്ദേശമാണ് സിൽവർ ലൈൻ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാവുന്ന സംവിധാനമാണ്. അതിനൊരു തുരങ്കം വെച്ചു. കോൺഗ്രസും BJP ചേർന്ന് തുരങ്കം വെച്ചു. അതും നമ്മൾ എത്ര തുരങ്കം വെച്ചാലും, ഇപ്പോൾ വയനാട് തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ചിട്ട് അവിടെ തുരങ്കപാത നിർമ്മാണോദ്ഘാടനം നടത്തിയല്ലോ. ഗവൺമെന്റ് ഇവിടെ നിലവിലുള്ളിടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കും. ഇവിടെ പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ തടസ്സങ്ങളുണ്ടാക്കി. ആ തടസ്സങ്ങളുടെ പിറകിലൊന്നും ജനങ്ങൾ പോയില്ലല്ലോ. ആ തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് പിന്മാറിയില്ലല്ലോ. വീടുകളിലേക്ക് ഗ്യാസ് എത്തിയില്ലേ? അടുക്കളയിൽ ടാപ്പ് തുറന്നാൽ ഗ്യാസ് വരാണ്, പൈപ്പ് വെള്ളം തിരിക്കും. വെള്ളം ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സൗരോർജ്ജ വിളക്കുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി AV സംഗീത, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കൗൺസിലർ VJ ജോയ്സി എന്നിവർ സംസാരിച്ചു. പൊന്നയൂർകുളം രാമരാജ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സമാപന സമ്മേളനവും സമ്മാന വിതരണവും നടത്തി. PTA പ്രസിഡന്റ് വിനികുമാറിന്റെ അധ്യക്ഷതയിൽ വടക്കേകാട് പോലീസ് SI ഗോപിനാഥൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് SI സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 4 ഗ്രൂപ്പുകളിലായി നടത്തിയ മത്സരങ്ങളിൽ 197 പോയിന്റുകൾ നേടി റെഡ് ഗ്രൂപ്പ് ഓവറോൾ ചാമ്പ്യന്മാരായി. വിനോദിനിയമ്മ ട്രസ്റ്റ് ചെയർമാൻ KM പ്രകാശൻ, MPTA പ്രസിഡന്റ് ഷബ്ന, ഹെഡ് മാസ്റ്റർ M. രാജീവ്, അധ്യാപിക ചാന്ദിനി എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ TK ശിവശങ്കരൻ നിര്യാതനായി. പക്ഷാഘാതത്തെ തുടർന്ന് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:30 മരണം സംഭവിച്ചു. അത്താണി നെല്ലുൽപാദക സഹകരണ സംഘം പ്രസിഡന്റ്, മുൻ INTUC കടങ്ങോട് യൂണിറ്റ് പ്രസിഡന്റ്, മുൻ തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ, കടങ്ങോട് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപന പ്രസിഡന്റ്, കുന്നംകുളം കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ നടത്തിയ സ്പോർട്സ് ഡേ തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ദീപശിഖ തെളിയിച്ച് കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചടങ്ങിൽ കായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജീൻ മേരി, കായികാധ്യാപകൻ ജെബിൻ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ K. കവിത സ്വാഗതവും OV ദീപ്തി നന്ദിയും പറഞ്ഞു. മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകളും മെഡലും നൽകി അനുമോദിച്ചു. പര്യാവരൺ ഗതിവിധിയുടെ പ്രവർത്തകർ അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ ദിനത്തിൽ പൊന്നിയൂർകുളം പെരിയമ്പലം ബീച്ചിൽ ശുചീകരണം നടത്തി. ദിനേശ് പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ച് പരിസ്ഥിതി പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. രാജേഷ് A. നായർ, ലോഹി വന്നേരി, ചന്ദ്രശേഖരൻ പെരിയമ്പലം എന്നിവർ നേതൃത്വം നൽകി. CP സേതുമാധവൻ, വിനയകുമാർ പനന്തറ, രാധാകൃഷ്ണൻ ചാണയിൽ, ശാസ്ത്ര ശർമ്മൻ ഭട്ടതിരിപ്പാട്, പുരുഷോത്തമൻ ബാംഗ്ലൂർ, സുന്ദരൻ മാമ്പറ്റ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബി കീർത്തന വാഹന പ്രചരണം സംഘടിപ്പിച്ചു. തൃശൂർ പാലക്കാട് ജില്ലാ ദഅവത്തെ ഇലല്ലാഹ് സെക്രട്ടറി M. അബ്ദുൾ ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദക്ഷിണ ഭാരത പ്രചരണ കാര്യദർശി MA സൈനുൽ ആബിദീന്റെ പ്രാർത്ഥനയോടെ വാഹന പ്രചരണം ആരംഭിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദറിന്റെ നേതൃത്വത്തിൽ K. കമറുദ്ദീൻ തിരുവിഴാംകുന്ന്, ജബ്ബാർ പള്ളിപ്പുറം, N. ഷഫീഖ് അഹമ്മദ് മണ്ണാർക്കാട്, മുഹമ്മദുണ്ണി മുസ്ലിയാർ ചേലക്കര, MA സൈനുൽ ആബിദീൻ ഐരാപുരം തുടങ്ങിയവർ 16 സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തി.
ചരമം. തിരുവത്ര അത്താണി രായമ്മരക്കാർ വീട്ടിൽ പരേതനായ ഹമീദ് മകൻ പിയാസ് നിര്യാതനായി. 37 വയസ്സായിരുന്നു. ഖബറടക്കം കിറാമൻകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. നൂർജഹാൻ മാതാവും ബിൻഷാദ്, ബിൻസി എന്നിവർ സഹോദരങ്ങളുമാണ്. പെരുമ്പിലാവ് പൊറവൂർ മയൂഖം റോഡിൽ കോയമ്പറ്റയിൽ സുകുമാരൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഓട്ടോ തൊഴിലാളിയാണ് പരേതൻ. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 7-ന് വീട്ടുവളപ്പിൽ നടത്തും. ലിജി ഭാര്യയും കീർത്തന, ഗോകുൽ കൃഷ്ണ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.